സുന്നത്തായ കാര്യങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യാം എന്ന് തുഹ്ഫയിൽ വളരെ വിശദമായി പറഞ്ഞിട്ട് ആ സുന്നത്തിന് ഉദാഹരണം പറയുന്നത് കബിനാഇ ഖുബ്ബത്തിൻ അലാ ഖബ്രി നഹ്വി ആലിമിൻ, ആലിമിന്റെയോ അല്ലെങ്കിൽ സയ്യിദന്മാരുടെയോ ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ട മഹാന്മാരുടെയോ ഖബറിന്റെ മുകളിൽ കുബ്ബ എടുക്കൽ സുന്നത്താകുന്നു. ഇത് തുഹ്ഫ മറിച്ച് നോക്കിയാൽ എല്ലാ മുതഅല്ലിമിനും കാണാം. മസ്ജിദൊന്ന് പഠിച്ചോട്ടെ. ഇനി ആരെങ്കിലും വന്നിട്ട് എന്തിനാ കുബ്ബ കെട്ടിയത് മറ്റേത് മറിച്ചത് ചോദിക്കുന്നതിനാ ഞാൻ പറയുന്നത്. കുബ്ബ കെട്ടല് സുന്നത്താണ്. എവിടെ ലോകത്തുള്ള എവിടെയാ കുബ്ബ ഇല്ലാത്തത്? അക്ബറുൽ ഖുബാബി ഫിൽ ആലം ആയിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ. മിസ്റിൽ പോയാൽ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിൽ ഖുബ്ബയുണ്ട്. അത് കെട്ടിയ കാലത്ത് ആലം ലോകത്ത് ഒട്ടാകെ ഉള്ള ഏറ്റവും വലിയ ഖുബ്ബയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുകളിലുള്ള ഖുബ്ബ കഴിച്ചിട്ട് അതിനേക്കാളൊക്കെ വലുതാണ്. അത് കഴിച്ചാൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ ഖുബ്ബയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ. ആ ഖുബ്ബയെ സംബന്ധിച്ച്, ആ ഖബറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹുൽ മുഹദ്ദബിന്റെ 2ാമത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ ഖബറിന്റെ അടുക്കൽ وهناك ما يناسب بمقام هذا العالم الكبير. ഈ വലിയ പണ്ഡിതൻ, വലിയ മഹാനായ ആൾ അവിടുത്തെ സ്ഥാനത്തോട് യോജിച്ച നിലക്ക് അവിടുത്തെ ഖബറിന്റെ മുകളിൽ ഉണ്ട്. അവിടുത്തെ ഖബറ് പോയി നോക്കിയാൽ ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാഫി മദ്ഹബിന്റെ ഏറ്റവും പ്രബല പണ്ഡിതനായ ഇമാം നവവി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാം നവവിയും ഇമാം റാഫിയും ഇമാം ഗസാലി ഇമാം ഇബ്നു ഹജർ ഹൈതമി തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും, ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഹനഫി മദ്ഹബിന്റെ മുഴുവൻ പണ്ഡിതന്മാരും, അതുപോലെ മാലിക്കി ഹംബലി മദ്ഹബിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളുടെ ഖബറിന്റെ മുകളിൽ, അതുപോലെ സയ്യിദന്മാരുടെ ഖബറിന്റെ മുകളിൽ, ആലിമീങ്ങളുടെ ഖബറിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കുന്നത്, കുബ്ബയെടുക്കുന്നത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മഖാമിൽ നമ്മൾ കുബ്ബുണ്ടാക്കി. പണി തീർന്നില്ലേ? പണി തീർന്നില്ലേ? പണി തീർന്നില്ലെന്ന്. അൽഹംദുലില്ലാഹ്. ആ ചോദിക്കുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. അല്ലാഹു തആല കണക്കാക്കിയാൽ വരും. അതിന് പിന്നെ കുറേ എതിർപ്പുകളും കുറേ എന്തൊക്കെയോ ഉണ്ടാവും ലോകത്ത്. അത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എങ്ങനെ സയ്യിദന്മാരോടും അഹ്ലു ബൈത്തിനോടും എതിർക്കാൻ നിൽക്കരുത്. നമ്മുടെ ഈമാന് അങ്ങ് നഷ്ടപ്പെട്ടു പോവും, പീസ് ഊരിപ്പോവും എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടും അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളോടും കളിച്ചാൽ നമ്മൾ പീസൂരിപ്പോവും. വളരെ ഗൗരവമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കീങ്ങളുടെ ലക്ഷണവും മൂമിനീങ്ങളെ അടയാളവും എല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർത്തതിന് വേണ്ടി
നിങ്ങളെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, വയസ്സന്മാരെ, ഞാൻ എൻ്റെ നഫ്സിനോടടക്കം പറയുന്നു, നാം അള്ളാഹുവിന് തഖ്വ ചെയ്യണം, അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. ആ റഹ്മത്ത്